രായൻ എന്നൊരു തമിഴ് സിനിമയുണ്ട്. 10 വയസ്സുള്ള രായനെ താഴെയുള്ള 3 കുട്ടികളെ ഏൽപ്പിച്ചിട്ട് അപ്പനമ്മ സിറ്റിയിൽ പോവാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നില്ല. കുട്ടികളുടെ ഫുഡൊന്നുമില്ല, തീർന്ന്. അപ്പോൾ രായൻ ഈ 3 കുട്ടികളെ എടുത്തിട്ട് പൂജാരിയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ഇളയ പെൺകുട്ടി മുലകുടി മാറാത്ത കുട്ടിയാണ്. പൂജാരി പറയും, നാളെ പട്ടണത്തിൽ ആളെ അഴിച്ച് അന്വേഷിക്കാം, നിങ്ങളിന്ന് രാത്രി ഇവിടെ തങ്ങെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് അഭയം കൊടുക്കുകയാണ്. രാത്രി ഉറക്കത്തിലെവിടെയോ രായൻ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നത് തൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയെ വില പറഞ്ഞ് ഉറപ്പിക്കുന്നതാണ്. പൂജാരി പറയുന്നത് കേൾക്കാം, 3 ആൺകുട്ടികളില്ല, ആൺകുട്ടികൾ ആരെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ അവർ പറയില്ല, പെൺകുട്ടിക്കാണ് ഡിമാൻഡ്, പൈസ തരാം. ഇത് കേട്ട് രായൻ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെയും തോളത്തെടുത്തിട്ട് രാത്രിക്ക് രാത്രി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ചെന്ന് വിടുന്നത് പൂജാരിയുടെ മുന്നിലാണ്. പൂജാരി ഈ പെങ്കൊച്ചിനെ തട്ടിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഭഗവതിയുടെ വാളെടുത്ത് രായൻ പൂജാരി വെട്ടിക്കൊന്ന് താഴെയുള്ള 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് രക്ഷപ്പെടാണ്. അവരിങ്ങനെ രാത്രിയിൽ വഴിയിൽ വണ്ടി കാത്ത് നിൽക്കുമ്പോൾ അതിൽ ഇളയ ആൺകുട്ടി ചോദിക്കുന്നുണ്ട്, ചേട്ടാ നമ്മളെന്തിനാ പൂജാരിയുടെ വീട്ടിൽ നിന്ന് പോന്നേ? ചേട്ടൻ പറയും, പൂജാരി ദൈവത്തിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ ഈ ഇളയ കുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പൂജാരിക്ക് എത്ര എളുപ്പമാണല്ലേ. എൻ്റെ ഗോസ്പലിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്രിറ്റിസിസമാണ് കാണുന്നത്. ഇത്രമേൽ മതാധികാരികളെ ക്രിറ്റിസൈസ് ചെയ്ത് വേറെ ആരും ഉണ്ടാവില്ല ഈ ലോകത്തിൽ ഈശോനെ പോലെ. അത്ര ഹാർഷായിട്ടാണ് പറയുന്നത്. നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ മറ്റുള്ള അനുവദിക്കുന്നുമില്ല, നിങ്ങൾക്ക് ദുരിതം.